സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും രാഹുൽ ഗാന്ധി വേട്ടയാടപ്പെടുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും താൻ ഏറ്റെടുക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. യഥാർത്ഥത്തിൽ US-ലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ചോദ്യോത്തര വേളയിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറയുന്നത്. സിഖ് വിരുദ്ധ കലാപത്തിന് അല്ലെങ്കിൽ സിഖുകാർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നാണ് ആ വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? അങ്ങയുടെ അഭിപ്രായം? രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരെ പ്രത്യേകിച്ച് ആരോപണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു പ്രതിപക്ഷ നേതാവല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മളാരും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഒരു ബൗദ്ധിക നിലവാരമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനാ ശേഷിയുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഖണ്ഡി എന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ, നെഹ്റു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു ആവറേജ് മനുഷ്യന്റെ ചില ജൽപ്പനങ്ങളായി മാത്രം അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്താൽ മതി. ഇപ്പൊ തന്നെ അദ്ദേഹം US-ൽ പോയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് സംവദിക്കുന്നു. വിദ്യാർത്ഥികൾ ചോദിക്കുന്നു അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ. ആ ചോദ്യം ചോദിക്കുന്നത് സിഖ് കലാപത്തെ സംബന്ധിച്ചാണെന്നത് ശരിയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത് കോൺഗ്രസ് ആണ് സിഖ് സമുദായത്തിനെതിരായിട്ട് എക്കാലത്തും കൂടുതൽ എതിരായിട്ട് ചെയ്തിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ട് താങ്കളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയുന്നത്, ചോദിക്കാൻ ഇടയായ ഒരു കാരണമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സിഖുകാർക്ക് സ്വാതന്ത്ര്യമില്ല, അത് സൃഷ്ടിക്കുന്നത് BJP ആണെന്നാണ് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത്. അതിനുള്ള പ്രതികരണം എന്ന നിലയിലാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഈ ചോദ്യം ഉണ്ടായത്. അതെ, അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അവരുടെ അഭിപ്രായം തന്നെയാണ് ആ കുട്ടി പറഞ്ഞത്. ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിനകത്ത് രാഹുൽ ഗാന്ധിക്ക് വിഷയം അറിയില്ല. രാഹുൽ ഗാന്ധി വിഷയം അറിയാതെ കണ്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കോൺഗ്രസ് ചെയ്തിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും അതിന്റെ മുഴുവൻ പാപഭാരവും ഞാൻ പേറാൻ വേണ്ടി തയ്യാറാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ സാധിക്കുക. ഏതൊക്കെ തെറ്റുകളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയട്ടെ. ഇന്ത്യ മുഴുവൻ നടന്ന് ലോകം മുഴുവൻ നടന്ന് ലോകത്തോട് മുഴുവൻ മാപ്പ് പറയേണ്ട സ്ഥിതിയാണ് രാഹുൽ ഗാന്ധിയുള്ളത്. അദ്ദേഹത്തിന്റെ പേരിലടക്കമുള്ള പ്രശ്നത്തിൽ അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം രാഹുൽ ഗാന്ധിയല്ല, രാഹുൽ ഖണ്ഡിയാണ്. അത് 1940-കളിൽ അദ്ദേഹത്തിന്റെ അമ്മ ഇന്ദിരാഗാന്ധി, ഫിറോസ് ഗാന്ധി, അമ്മയല്ല, ഫിറോസ് ഗാന്ധി വിവാഹം കഴിക്കുന്ന സമയത്ത് ഫിറോസ് ഖണ്ഡിയാണ്. ആ സമയത്തല്ല ഇവര് പബ്ലിസിറ്റി കൊടുത്തിരുന്നൊരു സംഗതി, ഒരു പാർസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമ്മതിച്ചില്ലാത്രേ. ആ സമ്മതിക്കാതെ വന്ന സമയത്താണ് മഹാത്മാഗാന്ധി ആ പേരെടുക്കാൻ വേണ്ടി സമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരം വളരെ വിചിത്രമായുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും നിരത്താമോ? ഒരിക്കലും നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി എതിർപ്പുണ്ടാവാം, പക്ഷെ ഒരു മതത്തിന്റെ പേരിൽ, ഒരു ജാതിയുടെ പേരിൽ വിവാഹത്തെ എതിർക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ അങ്ങനെ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വിശ്വപൗരനായിട്ടുള്ള ആള്, തികഞ്ഞ മതേതരവാദിയായിരിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്കെല്ലാം വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സ്വന്തം മകളുടെ വിവാഹത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ഒരു പാർസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് തടസ്സം ഉണ്ടാകുമെന്ന് ഞാൻ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല. അതൊന്നാണ്. രണ്ടാമത്തത്, ഈ രാഹുൽ ഗാന്ധി എന്തിനൊക്കെയാണ് മാപ്പ് പറയുന്നത്? രാഹുൽ ഗാന്ധി ഏതിനൊക്കെയാണ് അദ്ദേഹം പശ്ചാത്തപിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? ഇന്ദിരാഗാന്ധിയുടെ സമയത്തുണ്ടായ സിഖ് വംശഹത്യ, അതില് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ മൻമോഹൻ സിംഗും സമ്മതിച്ചിട്ടുണ്ട്. അല്ല, മൻമോഹൻ സിംഗ് സമ്മതിച്ചിട്ടുണ്ടാകാം, ഇപ്പോഴത്തെ രാഹുൽ ഖണ്ഡി സമ്മതിക്കുന്നുണ്ടാവാം. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട വസ്തുത, ഈ പറയുന്ന തെറ്റുകൾ മാത്രമാണോ ഇന്ദിരാഗാന്ധി ചെയ്തിരിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് 1969 ശ്രീമതി ഇന്ദിരാഗാന്ധി അതിന്റെ പിറവി കൊടുക്കുന്ന സമയം തുടങ്ങിയിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഹ്യൂമിന്റെ പ്രസ്ഥാനം അല്ല ഇത് ശരിക്കത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമല്ല ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഐക്ക് ഒരു പങ്കുമില്ല. ഇവരുടെ പങ്ക് പ്രധാനമായിട്ട് അന്നുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രക്കാരനായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവിനെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ താല്പര്യമുള്ള VV ഗിരി എന്ന് പറയുന്ന ആളെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വിഭാഗം. അതുകൊണ്ട് 1971-ലും 1977-ലും ഒക്കെ ഇവര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇന്ദിരാ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ്.
അയുടെ അർത്ഥം എന്താ ഉള്ളത്? ഇന്ത്യ എന്നല്ലല്ലോ, ഇന്ദിരാന്നാണ് ഇവര് തെരഞ്ഞെടുപ്പ് പത്രികകളിലൊക്കെ ഉള്ളത്. ആ പറയുന്ന ഇന്ദിരായുടെ കോൺഗ്രസ് ആണ്, അതിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അല്ലാതെ കൊണ്ട് ഇദ്ദേഹം ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ അതിന്റെ പ്രതിപക്ഷ നേതാവൊന്നുമല്ല ഇന്ന് ഇദ്ദേഹം. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന പ്രസ്ഥാനത്തോട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. ഈ ബന്ധമൊന്നും ഇവരോടില്ല, ഈ പറയുന്ന നെഹ്റു കുടുംബത്തിനോടില്ല. ഇവര് ഗാന്ധി എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നത്. ഇവരുടെ പേരിന്റെ കൂടെ ഗാന്ധി ചേർക്കുന്നത്, ഇവരുടെ പേരിനോട് ഗാന്ധി ചേർക്കുന്നതിന് ഇവർ കണ്ടെത്തുന്ന ന്യായീകരണം, അതായത് ഗാന്ധിയെ തന്നെ അവഹേളിക്കുകയാണ്. ഇവർ ഗാന്ധിയെ അവഹേളിക്കുന്നു, നെഹ്റുവിനെ അവഹേളിക്കുന്നു. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്ക് അച്ഛന്റെ പേര് പറയാൻ മടിയപ്പോഴാണ് ഉണ്ടാവുക. അച്ഛൻ കൊണ്ടുവരാത്തവനാകുന്ന സമയത്താ. അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ ജലസ് വിൽക്കുന്നവനാണ്, കഞ്ചാവ് വിൽക്കുന്നവനാണ്, പലരും അച്ഛന്റെ പേര് പറയില്ല. സമാനമായ രീതിയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ പറയുന്ന രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും രാജീവിനും ഇന്ദിരാഗാന്ധിക്കും ഒക്കെ എന്തിനായിരുന്നു ഇവർക്ക് മടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്ര പറയാൻ കൊള്ളാത്തൊരു പേരാണോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര്? ഞാൻ മനസ്സിലാക്കിയത് അത്യാവശ്യം പറയാൻ കൊള്ളാവുന്ന ഒരു പേരാണ്. ആ പേരിനോടുള്ള നാണക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് മാറ്റിവെച്ചിട്ടാണ് ഇവർ ഗാന്ധി പട്ടിക കരസ്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ. മറ്റൊന്ന് ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോ ഇന്നിപ്പോ ഇദ്ദേഹം മനസ്താവപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അത് മറ്റേ സിഖ് കൊലപാതകത്തിന്റെ പേരിലാണ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ പേരിലാണ്. 4000-ൽ പരം ആളുകളെയാണ് കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ഇന്ത്യ നേരിടുന്ന ഒരു ഖലിസ്ഥാനി ഭീകരവാദം, സിഖുകാരുടെ ഒരു ഭീകരവാദം വലിയൊരു പ്രശ്നമാണ്. അതെ, വിദേശത്തും അതിന്റെ അലയൊലികൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് കോൺഗ്രസ് തന്നെയാണ്. സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്, ഇന്ദിരാഗാന്ധിയാണ്. അതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണച്ചുകൊണ്ട് ഭിന്ദ്രൻവാലയെ വളർത്തിയെടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി വളർത്തിയെടുത്തിട്ടുള്ള പ്രസ്ഥാനം അത് ആദ്യകാലത്ത് കോൺഗ്രസിന് ഗുണകരമായിരുന്നെങ്കിൽ പിൽക്കാലത്ത് കോൺഗ്രസിന് തടയാൻ വേണ്ടി സാധ്യമായില്ല. ഈ ഖാലിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവസാനം അതിൽ തന്നെ പെട്ടിട്ടുള്ള ഒരാളുടെ വെടിയേറ്റിട്ട് അവർ മരിക്കേണ്ടി വന്നു എന്നുള്ളത് വേറെ സാഹചര്യമാണ്. അംഗരക്ഷകന്റെ അങ്ങനെയാണ് അവര് മരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അതിന് പേരിൽ അവിടെ സിഖുകാരായിരിക്കുന്ന ആളുകളുടെ പിടഞ്ഞു വീണ് മരിച്ചത്. സിഖ് വംശഹത്യയെ കുറിച്ച് സംസാരിക്കാതെ വരികയും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയം മാറുന്നത് ഇതിന്റെ ഒരു കൃത്യമായ നറേഷൻ ഇതിനകത്തുണ്ട്. കാരണം സിഖ് ആ സമയത്ത് 1984-ലെ സിഖ് കലാപത്തെ, സിഖുകാരെ കൊലപ്പെടുത്തുന്ന കലാപം നടക്കുന്ന സമയത്ത് മരിക്കുന്നത് സിഖുകാരാണ്. സിഖുകാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2% താഴെയാണ്, ഒരു ന്യൂനപക്ഷമാണ്. അവർ പഞ്ചാബിൽ മാത്രമുള്ളൂ. മറിച്ച് ഗുജറാത്തിൽ എങ്ങനെയല്ല. ഗുജറാത്തിൽ മരിച്ചത് 1200 ആണെങ്കിൽ മറ്റൊന്ന് 4000-5000-ൽ പരം ആളുകളാണ് മരിച്ചത്. അതെ, കണക്കിൽ 4 ഇരട്ടിയാണ് വരുന്നത്. അതിനെ കുറിച്ച് എം മുകുന്ദന്റെ പുസ്തകമുണ്ട്, ഡൽഹിയിലെ ഗാഥകള്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന 1200-5000 വരുന്ന അത്രയും വ്യത്യാസമുണ്ടെങ്കിലും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് കൂടുതൽ പറയുവാനുള്ള കാരണം അതിൽ മരണപ്പെട്ട ആളുകളുടെ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം 850ഓളം പേര് ആണ് അവർ മരിച്ചിട്ടുള്ളത്. ഏകദേശം 400ഓളം പേര് ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 800 പേരുടെ കൊലപാതകം, 800 പേരുടെ മരണം എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. ആ വിഷയമാക്കി വയ്ക്കുന്നതിന്റെ പേരില് മാത്രമാണ് സിഖ് കൂട്ടക്കൊലയേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഗുജറാത്ത് കലാപത്തെ കോൺഗ്രസ് കൊണ്ടു നടക്കാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതിലിപ്പോ ആ വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് BJP ഏത് വിധത്തിലായിരിക്കണം എന്നതിനെ കുറിച്ച് താങ്കൾ സിഖുകാർക്കിടയിൽ ഭയം ജനിപ്പിക്കുകയാണ്. രാഷ്ട്രീയം ഏത് വിധത്തിൽ ഭീതിരഹിതമാകുന്നു എന്നതിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നു. കട ധരിക്കുന്നതോ തലപ്പാവ് ധരിക്കുന്നതോ മാത്രമല്ല, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആവശ്യം. ആ സ്വാതന്ത്ര്യം മുൻകാലത്ത് കോൺഗ്രസ് പാർട്ടി അനുവദിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് ആ സിഖ് യുവാവ് രാഹുൽ ഗാന്ധിയോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. അല്ല, അതിന് കാരണം അത് തന്നെയാണ്, വസ്തുതയാണത്. ഒരിക്കലും സിഖ് സമുദായത്തിന് കൃത്യമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് കൊടുത്തിരുന്നില്ല. കോൺഗ്രസിന്റെ കലാപത്തിന്റെ ചരിത്രം ഇപ്പൊ മാത്രമൊന്നുമല്ലോ. 1975 നടന്നിരുന്ന അടിയന്തരാവസ്ഥയില് 1,70,75,000 വരുന്ന ചെറുപ്പക്കാരെയാണ് 21 മാസക്കാലം കൊണ്ട് ഇന്ത്യയിലെ തുറുങ്കിലടച്ചത്. അത് ചെയ്ത് ഇന്ദിരാഗാന്ധിയാണ് ചെയ്തത്.
ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്വഭാവ രീതിയിലേക്ക്, ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പല ഭരണാധികാരികളിലും ഇപ്പൊ മാറിത്തീരുന്നു. അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഏകാധിപത്യ പ്രവണത വേറൊരാൾക്ക് വെച്ചു ഉറപ്പിക്കാൻ സാധ്യമല്ല. അത് അവരെ താരതമ്യപ്പെടുത്തേണ്ടത് ഹിറ്റ്ലറായിട്ടാണ്, അവരെ താരതമ്യപ്പെടുത്തേണ്ടത് മുസോളിനി ആയിട്ടാണ്, അവരെ താരതമ്യപ്പെടുത്തേണ്ടത് സ്റ്റാലിനായിട്ടാണ്. ഈ സ്റ്റാലിനായിട്ട് ഇപ്പൊ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഫാസിസം ഇല്ല. ഇത് ഫാസിസം ഉള്ളത് ഇറ്റലിയിലും മുസോളിനിയുടെ നേതൃത്വത്തിലാണ്, അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലാണ്, സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ്. അത്തരം ഒരു ഫാസിസം ഒന്നും ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഫാസിസം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എതിർ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനമാണ് ഫാസിസം. ഈ പറയുന്ന പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഭരിക്കുന്നവരും ചെയ്തിട്ടില്ല, ഇന്നലെ ഭരിക്കുന്നവരും ചെയ്തിട്ടില്ല. അങ്ങനെ ഫാസിസ്റ്റ് ആയിരുന്ന ഒരാളുണ്ടായിരുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവരെ ആദ്യം ഫാസിസ്റ്റ് എന്ന് വിളിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ആയിരുന്നില്ല. അവരെ ആദ്യം വിളിച്ചത് അവരുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഖണ്ഡി ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പറഞ്ഞത്. യു ആർ എ ഫാസിസ്റ്റ് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് അവര് അദ്ദേഹം വിളിച്ചത്. അതിന് വിളിക്കുവാനുള്ള കാരണം 1957 കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട EMS മന്ത്രിസഭയെ അച്ഛന്റെ സ്വാധീനം വിനിയോഗിച്ചുകൊണ്ട് അന്ന് പിരിച്ചുവിട്ട ഇന്ദിരാഗാന്ധിയാണ്. അതിനുള്ള എതിർപ്പ് സ്വാഭാവികമായിട്ട് ഫിറോസ് ഖണ്ഡിക്ക് ഉണ്ടായിരുന്നു. ഫിറോസ് ഖണ്ഡി അതിന് ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് മുഖത്ത് നോക്കിയിട്ട് യു ആർ എ ഫാസിസ്റ്റ് എന്നാണ് അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധി വിളിക്കുന്നത്. അതിനുശേഷമാണ് 1975 സംഭവമൊക്കെ വരുന്നത്. അതിന് വളരെ ശേഷമാണ്. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഫാസിസ്റ്റ് ആണെന്ന് ആദ്യം പറഞ്ഞത് അവരുടെ ഭർത്താവാണ്, നാട്ടുകാരെല്ലാദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഇന്ന് മാത്രമല്ലേ മറ്റേ ഇദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് ഞാൻ ആ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ദു ഒരു കടുംപിടുത്തക്കാരിയാണ് എന്ന് വെച്ചിട്ട് ഇവര് പഠിക്കാൻ വേണ്ടിട്ട് ഇവര് അവിടെ ബ്രിട്ടനെ കൊണ്ട് ചേർത്തു. ആ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരോട് ഇവരുടെ ചില കയ്യിലിരിപ്പിന്റെ പ്രശ്നം കൊണ്ട് ഇവരോട് മടങ്ങിപ്പോരാൻ വേണ്ടിയിട്ട് നെഹ്റു പറഞ്ഞു. നെഹ്റു ബലമായിട്ട് ഇവര് കൊണ്ടുവന്ന് ആ സമയത്ത് നെഹ്റുവിനോട് ഇവര് പറയുന്നത്, ഞാൻ വരണമെങ്കിലൊക്കെ വരാം, പക്ഷെ വന്നാൽ ഞാൻ അങ്ങയോട് സംസാരിക്കില്ല എന്നാ പറയുന്നത്, ഞാൻ പപ്പയോട് സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ വന്നതിന് ശേഷം മാസങ്ങളോളം തമ്മിൽ സംസാരിക്കാതിരിക്കുകയും അതിനെ കുറിച്ചിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ ആത്മകഥയിൽ പോലും വേദനയോടുകൂടി കൊണ്ട് അതിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നെഹ്റു പലവട്ടം ഞാൻ ഇപ്പൊ എന്റെ പുസ്തകത്തിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇതിന്റെ അടിയന്തരാവസ്ഥയെ കുറിച്ച് എഴുതുന്ന പുസ്തകത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവരെ കുറിച്ചിട്ട് അങ്ങനെ മോശം അഭിപ്രായം പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. മറ്റൊരു കാര്യം ചോദിക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ നല്ലൊരു വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തെറ്റ് ഏറ്റെടുക്കുകയാണ്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്. ഒരു ലോല ഹൃദയം ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ ഭരണാധികാരികൾക്ക് ശരിക്കും അത് ഇല്ലാത്തതായിട്ടില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം തങ്ങളുടെ ഭരണപക്ഷത്തിൽ നേരത്തെ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സമ്മതിക്കാൻ ഇന്ന് പിണറായി വിജയൻ അടക്കമുള്ള പല ആളുകൾക്കും സാധിക്കുന്നില്ല. അപ്പോ മാതൃകയാക്കേണ്ടതല്ലേ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സ്വഭാവം? ഒരിക്കലുമല്ല. കാരണം രാഹുൽ ഗാന്ധി അത് സ്വന്തം മനസ്സിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു കരിസ്മ വേണം. അതിന് കരിസ്മ രാഹുലിനില്ല. രാഹുൽ ആരോ പറഞ്ഞു, ഒരുപക്ഷെ ജോർജ് സോറോസിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോന്ന് എനിക്കറിയില്ല. ആ തരത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്ത് കാണാം. അത് നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട്, കാരണം അങ്ങനെ പലരും മാപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് മാർപ്പാപ്പ ബെനഡിക്ട് 16 അദ്ദേഹത്തെ കൊണ്ട് ലോകം മുഴുവൻ നടന്ന് മാപ്പ് ഉറപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊണ്ട് ചില സ്ഥലത്ത് പോയിട്ട് മാപ്പ് ഉറപ്പിച്ചു. അവിടെ റെഡ് ഇന്ത്യൻസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെ കുറിച്ചിട്ട് അമേരിക്ക പോയിട്ട് മറ്റദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. ഇങ്ങനെ മാപ്പ് പറയിക്കുന്ന ചില ആളുകളുണ്ട്. ആ മാപ്പ് പറയിക്കുന്ന ചില ആളുകളുടെ ബോധപൂർവമായിട്ട് പരിശ്രമത്തിന് അതിനുപോലും രാഹുൽ വഴിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രാഹുലിന്റെ സ്വന്തം കൃതിയല്ല. അദ്ദേഹത്തിന് കാര്യത്തിൽ യാതൊരു സംഭാവനയില്ല. കാരണം അദ്ദേഹത്തിന് ഈ സിഖ് കൂട്ടക്കൊലയെ കുറിച്ചൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് ഒന്നും അറിയാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ഇന്നത്തെ നാമമാത്രമായിട്ട് രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ വന്നിട്ടല്ലല്ലോ അദ്ദേഹം പറയുന്നത്. സിഖുകാർ താമസിക്കുന്ന ഇന്ത്യയിലാണല്ലോ, ഇവിടെ പഞ്ചാബിലാണല്ലോ. ആ പഞ്ചാബിൽ ദീർഘകാലം ഭരിച്ചതാണല്ലോ. അന്നൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയായിട്ടുള്ള ഈ സിഖ് അല്ലെങ്കിൽ ഖാലിസ്ഥാൻ സെപ്പറേറ്റിസം അതൊക്കെ സൃഷ്ടിച്ചതിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും വഹിച്ച വലിയൊരു
പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി തന്നെ യഥാർത്ഥത്തിൽ സമ്മതിക്കുകയാണ് തീർച്ചയായിട്ടും പ്രസ്താവനയിലൂടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇങ്ങനെ മാപ്പ് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ തുടക്കമാണ് ഖാലിസ്ഥാനികളോട് പറഞ്ഞ മാപ്പ് അല്ലെങ്കിൽ സിഖുകാരോട് പറഞ്ഞ മാപ്പ് എന്നാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ. എന്തായാലും ആ ഒരു പ്രസ്താവനയെ നല്ല രീതിയിൽ നമ്മുടെ ഭരണാധികാരികളൊക്കെ ഏറ്റെടുക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അതിന്റെ ഒരു നല്ല അംശം കൂടി അതിലുണ്ട് എന്ന് ഞാൻ അതിൽ നല്ല അംശം കാണുന്നില്ല കേട്ടോ. കാരണം അത് വിവരക്കേടിന്റെ അവതാരമാണ് രാഹുല്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം കൃതിയല്ല, ഒരു ഭരണകക്ഷിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ വാക്കുകളല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിഫലിച്ച് കണ്ടേനും. അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് രാഹുലിന്റെ വാക്കുകൾ ഒരു ജൽപ്പനമായിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്.